ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം അറിഞ്ഞപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതുകൊണ്ടാണ് അറിഞ്ഞത്, അല്ലെങ്കിൽ ഞാനും അറിയില്ലായിരുന്നു. അപ്പോൾ അതറിഞ്ഞപ്പോൾ ആദ്യം നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പം നമ്മളെപ്പോലുള്ള കുറേ വീട്ടമ്മമാർ ഇതൊന്നും അറിയാത്തവരുണ്ടാവും. അറിയണവരാണെങ്കിൽ അറിയാത്തവർക്കൊന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. നമ്മുടെ മക്കളുടെ എന്താ പറയുക സുരക്ഷിതത്വം നമ്മൾ തന്നെ നോക്കുക. ആവുന്നതും നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ അവർക്ക് ഫുഡാക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ എന്താണ് കളർ ബോക്സായിട്ട് ഉള്ളിൽ സ്റ്റീലായിരിക്കും, പുറത്ത് ഇങ്ങനെ കളറായിട്ട് ആയിരിക്കും. പക്ഷെ കാണാൻ നല്ല കളർഫുള്ളും ഭംഗിയൊക്കെ ഉണ്ടാവും, കൊണ്ടുപോകാനും കാണാനൊക്കെ നല്ല സ്റ്റൈൽ തന്നെ ആയിരിക്കും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് മാരകമായ രോഗങ്ങൾ വരാനുള്ള സാധനങ്ങളായിരിക്കും. പുഴുക്കളും അങ്ങനെയുള്ള പ്രാണികളൊക്കെ ആയിരിക്കും. നമ്മളത് കഴുകി വൃത്തിയാക്കുമ്പോൾ ഉള്ളിലത്തെ മാത്രമേ നമ്മൾ പളിച്ചെന്നാവുള്ളൂ. പുറത്തും സൈഡ് വക്കൊക്കെ നമ്മൾ ഈ പ്ലാസ്റ്റിക് ഇട്ടത് കൊണ്ട് നമുക്കത് എടുക്കാനോ കഴുകി വൃത്തിയാക്കാനോ പറ്റൂല. നമ്മൾ വിചാരിക്കും അത് നമ്മൾ കഴുകി വൃത്തിയായിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ കുറേ അങ്ങോട്ട് ആകുമ്പോൾ നമ്മുടെ മക്കൾ എന്താ പറയുക, അതിൽ നിന്ന് തന്നെ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പിന്നീട് അത് വയറുവേദന അങ്ങനെ മാരകമായ രോഗങ്ങളിലൊക്കെ എത്താൻ സാഹചര്യമുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും സ്റ്റീൽ പാത്രത്തിൽ തന്നെ ആവുന്നത് ഫുഡ് കൊടുക്കുക കേട്ടോ. പ്ലാസ്റ്റിക് പാത്രം മൊത്തം ഒഴിവാക്കുക. അപ്പം ഞാനും അത് ഇങ്ങനെ അതിൻ്റെ ഭംഗിയൊക്കെ കണ്ടപ്പോൾ വാങ്ങാൻ നിന്നതായിരുന്നു. പിന്നെയും റിയാസ്ക വാങ്ങാൻ നിന്നതായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, പ്ലാസ്റ്റിക് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയതായിരുന്നു കേട്ടോ. നമ്മൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് വാങ്ങാൻ വേണ്ടി നിന്നത് തന്നെയായിരുന്നു. എന്താ ഭാഗ്യത്തിന് വാങ്ങിച്ചില്ല. അപ്പം ഞാൻ ഫുൾ സ്റ്റീലിൻ്റെ തന്നെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അതുപോലെ മാക്സിമം എല്ലാവരും അങ്ങനെ സ്റ്റീൽ പാത്രത്തിലൊക്കെ കുട്ടികൾക്ക് ചോറ് കൊണ്ടുപോകാൻ നോക്കുക. മാക്സിമം ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഒഴിവാക്കുക കേട്ടോ. ഞാനപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ ഇവിടെ കാണിക്കാം. അപ്പോൾ എന്തായാലും ഇത് കണ്ടില്ല, അതിൽ എന്താ പറയുക, അതിൻ്റെ പാത്രത്തിൻ്റെ ഉള്ളിൽ നല്ല വൃത്തിയുണ്ടെങ്കിലും പുറത്ത് അത് എടുത്ത് മാറ്റുന്ന സമയത്ത് പുഴുക്കളാട്ടോ അവിടെ ചുറ്റും. ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്താ പറയുക, നമുക്ക് ഛർദ്ദിക്കാൻ വരും, അറപ്പാവും. അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പുഴുക്കളാട്ടോ അതിൻ്റെ ചുറ്റും. നിങ്ങൾ കാണുന്നില്ലേ, അത് ചുറ്റും അങ്ങനെ റൗണ്ടിൽ. അപ്പോൾ ഈ ഇതിലല്ലേ നമ്മുടെ കുട്ടികൾ ഭക്ഷണം കഴിക്കണത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ പാത്രങ്ങളൊക്കെ ഒഴിവാക്കുക. ആവുന്നത് സ്റ്റീൽ പാത്രത്തിൽ കൊടുക്കാൻ നോക്കുക. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ഛർദ്ദിക്കാൻ വരും, അങ്ങനെ ഒരു അവസ്ഥ. അപ്പോൾ എന്തായാലും എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. എല്ലാവർക്കും എത്തിക്കുക. അറിയാത്തവരൊക്കെ അറിയട്ടെ. നമ്മുടെ കുട്ടികളുടെ സുരക്ഷിതത്വം നമ്മൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും.